സ്നേഹമുള്ള സഹോദരങ്ങളെ, സുവിശേഷം വായിച്ചോ? സ്നാപകൻ്റെ ശിരച്ഛേദമാണ്. സ്നാപകൻ ഒരു സെലിബ്രിറ്റി ആയിരുന്നു അല്ലേ? ഈശോയ്ക്ക് സ്നാനം കൊടുത്ത ആളാണ്. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് വിളിച്ചു പറഞ്ഞ് അനേകർക്ക് ഈശോയെ കാണിച്ചു കൊടുത്തു. പ്രവാചകന്മാരിൽ വലിയവൻ. അവൻ്റെ മരണം വളരെ ദാരുണമായ രീതിയിലാണ് സംഭവിച്ചത്. ഈ വിവരമറിഞ്ഞ്, അവൻ മരിച്ചു എന്നുള്ള വിവരമറിഞ്ഞ് ശിഷ്യന്മാർ വന്ന് അവൻ്റെ മൃതദേഹം സംസ്കരിച്ചു എന്ന വചനം പറഞ്ഞു തരികയാണ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, ദൈവത്തിന് എല്ലാം ഒരു പ്ലാനുണ്ട്. നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യുക, ദൈവം ചെയ്യാനുള്ളത് ദൈവം ചെയ്തോളും. ദൈവത്തിൻ്റെ റോള് നമ്മൾ ചെയ്യാൻ പോകണ്ട. ഇതാണ് ഇന്ന് ഈ ശിഷ്യന്മാർ നമ്മളോട് പറഞ്ഞു തരുന്നത്. ദൈവത്തിൻ്റെ റോള് ദൈവം ചെയ്തുകൊള്ളും. ശിഷ്യന്മാരുടെ റോള് ശിഷ്യന്മാർ ചെയ്തുകൊള്ളുക. ഇനിയും മരണങ്ങൾ സംഭവിക്കും, ഇനിയും പ്രതിസന്ധികൾ ഉണ്ടാകും. ഈ പ്രതിസന്ധികൾക്കൊക്കെ പകരം ചെയ്യാതെ, ഈ പ്രതിസന്ധികൾക്ക് എൻ്റെ ഭാഗത്ത് നിന്ന് എന്താണ് ചെയ്യേണ്ടതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തിന് വേണ്ടി ആ പ്ലോട്ട് മാറ്റിവെച്ചാൽ തീർച്ചയായും ദൈവം ഇടപെടും. സ്നേഹമുള്ള സഹോദര സഹോദരി, അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് ഇടപെടാനുള്ള ഒരു ഫ്ലോട്ട് മാറ്റിവെക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. അതിനായി പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അഗ്നിയാൽ നിറയ്ക്കണമേ, അഭിഷേകമായി നിറയണമേ. അഗ്നിയാൽ അഭിഷേകം ചെയ്തന്നെ പുതുജീവനേ കിടണേ. അഗ്നിയാൽ നിറയ്ക്കണമേ, അഭിഷേകമായി നിറയണമേ. അഗ്നിയാൽ അഭിഷേകം ചെയ്തന്നെ പുതുജീവനേ കിടണേ. ആത്മാവേ തീനാളമായി ദാസരിൽ വന്നു നിറയണമേ. ആത്മാവേ തീനാളമായി ദാസരിൽ വന്നു നിറയണമേ. അഭിഷേകമായി അനുദിനവും അരൂപിയെ പറന്നു